ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾക്ക് ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എത്ര മേക്കപ്പ് ചെയ്ത് റെഡി ആയാലും ഒരു എബവ് 40 ഒക്കെ ആകുമ്പോൾ നമ്മുടെ ലിപ്സിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറാൻ തുടങ്ങും. ലിപ്സിന് ചെറുതായിട്ട് ലിപ്സ് ഒന്ന് ചെറുതാകും, മേളത്തെ ലിപ്സ് മാത്രം ഒന്ന് ചെറുതാകും, താഴത്തെ ലിപ്സും ചുരുങ്ങിപ്പോകുന്ന പോലെ നമ്മൾക്ക് തോന്നാറില്ലേ? നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോഴോ ലിപ് ലൈനർ വരയ്ക്കുമ്പോഴോ ഒക്കെ നമുക്ക് ആ പഴയ പോലത്തെ ഷേപ്പിൽ കിട്ടുന്നില്ല, ഈസി ആയിട്ട് പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ലിപ്സ് നമ്മൾക്ക് ചുരുങ്ങി പോകുന്നതാണ്. എത്രയായാലും കുറച്ച് ഏജ് ആകുമ്പോൾ നമ്മുടെ ലിപ്സിൻ്റെ പ്ലംപിനെസ്, ആ ഒരു തുടുത്ത ചുണ്ടുകൾ നമ്മൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾക്ക് അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തുകൊണ്ടാണ് ലിപ്സ് ഇങ്ങനെ ചുരുങ്ങുന്നതെന്നറിയാമോ? നമ്മളുടെ കൊളാജിൻ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടും നമ്മളുടെ ഫേസിലെ ലൈൻസ് വീഴുന്നതോടൊപ്പം ചുണ്ടിന് ചുറ്റുമുള്ള പേശികളിലുള്ള മസിലിൻ്റെ ബലം കുറയുന്നത് കൊണ്ടും അവിടെ ലൈൻസ് വീഴുന്നത് കൊണ്ടും ഒക്കെ നമ്മൾക്ക് ഇതുപോലെ ചുണ്ടിൻ്റെ ആ ഫേം ആയിട്ടുള്ള പ്ലം ആയിട്ടുള്ള എഫക്റ്റ് അങ്ങ് പോകും. നമ്മളുടെ ചുണ്ട് ചെറുതായി വരും അല്ലേ? ഞാൻ ഇന്ന് ചുണ്ടിൻ്റെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ലിപ്സ്റ്റിക് ഒന്നും ഇടാതെ വന്നത്. നമുക്ക് അതിന് വേണ്ടി 2-3 സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഫേഷ്യൽ പോലെ തന്നെ നമുക്ക് ചുണ്ടിന് ചെയ്യാൻ പറ്റും. ഇത് ഡെയിലി ചെയ്യണം കേട്ടോ. ഒരു ദിവസം ചെയ്ത് 2 ദിവസം ചെയ്ത് 3 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടത്തില്ല. പിന്നെ പ്ലംപി ലിപ്സ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതുപോലൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസാണ്. സോ നമ്മൾക്ക് എന്താണ് ലിപ്സ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്, അധികം ഡാമേജ് ഒന്നും ഇല്ലാതെ നമ്മുടെ ലിപ്സിനെ ഒന്ന് നോർമലായിട്ട് കൊണ്ടുപോകാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒരു ലിപ്സിനൊരു ചെറിയ മസാജ് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏതെങ്കിലും ഓയിൽ, എഡിബിൾ ആയിട്ടുള്ള, അതായത് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഓയിൽ, അതായത് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, അല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, അങ്ങനെ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു എണ്ണ വെച്ചിട്ടാണ് നമ്മൾ ലിപ്സിനെ ഒന്ന് മസാജ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം മസാജ് ചെയ്തിട്ട് വരാം. ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾക്കതിനെ ഒരു ഫില്ലറിലെടുത്ത്, ഇതാണ് കോക്കനട്ട് ഓയിൽ. എന്ത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കോക്കനട്ട് ഓയിൽ തന്നെയാണ്, എല്ലാവർക്കും അവൈലബിൾ ആണല്ലോ എന്നോർത്താണ് കോക്കനട്ട് ഓയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ കോക്കനട്ട് ഓയിൽ നമുക്ക് 1 ഡ്രോപ്പാണ് വേണ്ടത്. ഇങ്ങനെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. ഈ കോർണർ വിട്ടുപോലെ ഈ ലിപ്പ് ലൈൻ ഇടുന്ന സ്ഥലവും കൂടെ മസാജ് ചെയ്യണേ. ഇത് ഡെയിലി ചെയ്യണം. ഒരു ദിവസം ചെയ്ത് വിട്ട കൊണ്ട് ഒരു പ്രയോജനവും കിട്ടില്ല. എത്രയും പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങുന്നു അത്രയും പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങുന്നതാണ് നല്ലത്. അതുപോലെ ഇവിടവും കൂടെ ഒന്ന് മസാജ് ചെയ്തിട്ട് കൊടുക്കുക. ഇവിടുത്തെ മസിൽസ് ഒക്കെ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടും കൂടെ നമ്മൾക്ക് ആ ഒരു ഷേപ്പ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് ചുറ്റിനും, നോട്ട് ഓൺ ദ ലിപ്സ്, ജസ്റ്റ് അറൗണ്ട് ദ ലിപ്സ്. ഓക്കെ, ഇങ്ങനെ ഒരു 5 മിനിറ്റ് മസാജ് ചെയ്താൽ മതിയാകും. 5 മിനിറ്റ് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിപ്സിൽ ഒരു പായ്ക്ക് ഇടാം. ഈ പായ്ക്ക് എന്തിനാന്ന് വെച്ചാൽ സൺ ടാനിനെ മാറ്റാനും നമ്മളെ ലിപ്സിന് ഒരു സൂത്തിങ് ഫീലിങ്സ് കിട്ടാനും, ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷൻ എന്ന് വെച്ച് ഇപ്പം എൻ്റെ ലിപ്സ് നോക്കുകയാണെങ്കിൽ കുറച്ച് പിഗ്മെൻറ്റഡ് ലിപ്സാണ് സൈഡിലൊക്കെ. അത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ ലിപ്സാണ് കിട്ടിയിരിക്കുന്നത്. അത് ഓക്കെയാണ്, നമുക്ക് നാച്ചുറലായിട്ടുള്ള നമ്മുടെ ലിപ്സ് ഓക്കെയാണ്. അല്ലാതെ ഈ സൂര്യപ്രകാശം അടിച്ച് അല്ലെങ്കിൽ ഓവറായിട്ട് ലിപ്സ്റ്റിക് ഇടുന്നവർക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ലിപ്സിൻ്റെ കളർ മാറും. അല്ലെങ്കിൽ കുറച്ച് ഏജ് ആകുമ്പോൾ കൊളാജിൻ്റെ കുറവ് കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തുള്ള വിറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടും ഒക്കെ നമ്മൾക്ക് ഇങ്ങനെ ലിപ്സിൻ്റെ കളർ മാറും. നമ്മളുടെ കളർ കുറയുന്നത് പോലെ ലിപ്സിൻ്റെ കളർ മാറും. ലിപ്സ് ഫ്ലേക്കി ലിപ്സ് ആകും, ലിപ്സ് ഇങ്ങനെ പൊളിഞ്ഞു വരും. ഇതൊക്കെ ഒന്നും ഇല്ലാതായി ലിപ്സിനെ ഒന്ന് പ്ലംബിയാക്കി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പാക്ക് ഇടുന്നത്. നമ്മൾ ഈ പാക്കിലേക്ക് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് റോസ് പൗഡറാണ്. റോസ് പൗഡർ നമ്മൾക്ക് നല്ല സൂത്തിങ് ഫീലിംഗ് തരാനും ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഹൈബിസ്കസ്
ലോട്ടസ് പൗഡറാണ്, അതായത് ചെമ്പരത്തിയുടെ പൂക്കൾ പൊടിച്ച പൊടിയാണ് നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് ചെമ്പരത്തിയുടെ പൂക്കൾ നമ്മൾക്ക് വളരെ നല്ലതാണ്, സ്കിന്നിന് നല്ല ഫെയർനെസ് തരാനും അതുപോലെ തന്നെ സ്കിൻ കെയറിന് ഒരുപാട് നല്ലതാണ് ചെമ്പരത്തി പൂവിൻ്റെ പൊടി, റോസപ്പൂവിൻ്റെ പൊടി. പിന്നെ നമ്മൾ എടുക്കുന്നത് കടുക്കയുടെ പൊടിയാണ്. കടുക്ക പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ട് വളരെ നല്ലതാണ്. അണ്ടർ ഐയുടെ പിഗ്മെൻറ്റേഷൻ മാറ്റാനും നമ്മളുടെ ലിപ്സിൻ്റെ ടാൻ മാറ്റാനും ലിപ്സിൻ്റെ കറുത്ത കളർ മാറ്റാനും ഒക്കെ കടുക്ക നല്ലതാണ്. ഇതൊക്കെ എഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. എഡിബിൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് തേനാണ്. തേൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പൗഡറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മാസ്ക് പോലെ ആക്കാൻ പോകുന്നത്. സോ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഇന്ന് ലിപ് മാസ്ക് ഉണ്ടാക്കുന്നത്. ഈ ലിപ് മാസ്ക് കുറച്ചും കൂടെ നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നമ്മളുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇതിനോടകം ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. റിസൾട്ട് കിട്ടിയവരൊന്ന് കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ലിപ് മാസ്ക് നമ്മളുടെ ചുണ്ടിലിടാം. ഇതാണ് നമ്മുടെ ലിപ് മാസ്ക്. നമ്മളിപ്പോൾ ചുണ്ടിലിടാം. ഇത് അകത്തോട്ട് നമ്മൾ ഇച്ചിരി ഇറക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എഡിബിൾ റോസിൻ്റെ ഒക്കെ പെറ്റൽസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഒരു മാസ്ക് ഇടുക. ഇത് ഒരു ഏകദേശം 30 മിനിറ്റ്സ് നമ്മുടെ ലിപ്സിലിരിക്കണം. മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ലിപ്സിന് ഒന്ന് റബ്ബ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് 1 മണിക്കൂർ ഇട്ടാലും നല്ലതാണ് കേട്ടോ. ഇതിന് എത്ര നേരം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതൊരിക്കലും ഉണങ്ങിപ്പോകത്തില്ല. കാരണം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഹണിയാണ്. ഹണി ഇട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു മോയ്സ്ചറൈസിങ് ഏജൻ്റാണ് ഹണി. അതുപോലെ തന്നെ ടാൻ മാറ്റാനും ലിപ്സിനെ ഒന്ന് പ്ലംബിയാക്കി കാണിക്കാനും ഒക്കെ നല്ലതാണ്. ഇത് ഒരു ദിവസം ചെയ്തുകൊണ്ട് പ്രയോജനമില്ല. ദിവസവും ചെയ്താൽ മാത്രമേ അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു പ്ലംപിനെസ് നമ്മുടെ ലിപ്സിന് കിട്ടുകയുള്ളൂ. ടാനൊക്കെ മാറി, ഫ്ലേക്കി ലിപ്സൊക്കെ മാറി, ലിപ്സിൻ്റെ തൊലി പൊളിയുന്നൊക്കെ മാറി ലിപ്സ് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ്. നമുക്ക് മസാജ് ചെയ്യാം. നല്ല മധുരം. ഇറക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ലിപ്സ് നല്ല ക്ലീൻ ആയില്ലേ? നല്ല ടേസ്റ്റ്. അടുത്തായിട്ട് കൈയൊന്നും തുടക്കട്ടെ. അടുത്തായിട്ട് നമുക്ക് മാസ്ക് മാത്രം പോരാ, ലിപ്സ് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ, പ്ലംബി ആക്കാനായിട്ട് നമുക്ക് ഷിയ ബട്ടർ ചേർത്തിട്ട്, ഷിയ ബട്ടർ നല്ലൊരു മോയ്സ്ചറൈസിങ് ഏജൻ്റ് ആണ്. നല്ലൊരു സ്മൂത്തനിങ് തരുന്ന ഒന്നാണ്. റഫായിട്ടുള്ള സ്കിന്നിനെ സ്മൂത്ത് ആക്കാനും നമ്മുടെ ഫേസ് ക്രീമിലൊക്കെ ഷിയ ബട്ടർ ഇടുന്ന ഒരുപാട് നല്ലതാണ്. എസ്പെഷ്യലി ഇൻ ആൻറ്റി ഏജിങ്ങിൽ നല്ല സപ്പിളാക്കി ഫേസിൻ്റെ സ്കിന്നിനെ കാണിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ലിപ്സിൻ്റെ സ്കിന്നെയും നമ്മൾ നല്ല സപ്പിളാക്കി, നല്ല എലഗൻ്റ് ആക്കി, നല്ല മോയ്സ്ചറൈസറൊക്കെ നിലനിർത്തിക്കൊണ്ട് നല്ല ഒരു എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് നല്ല കളർ തരാനും ടാൻ മാറാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ബീ വാക്സ് ആണ്. അതായത് ഒറിജിനൽ ഹണിയുടെ ബീ വാക്സ് ആണ്. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കുന്ന ബീ വാക്സ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ബീ വാക്സും കൂടെ ചേർത്തുള്ള ഒരു
ഒരു പാക്കുണ്ട് നമ്മളുടെ സ്റ്റോറിൽ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാം. ഇപ്പോൾ ആ പാക്കാണ് ഞാൻ ലിപ്സിൽ ഇടാൻ പോകുന്നത്. അത് ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഓവർ നൈറ്റ് ഫുൾ അത് ലിപ്സിലിടുക. അപ്പോൾ ലിപ് കെയർ ചെയ്യേണ്ടത് ഏകദേശം നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ ഡേ ഫുൾ ഇടാൻ പറ്റുമെങ്കിൽ രാവിലെ ചെയ്തോളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഈവനിങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈവനിങ് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം ഒന്ന് എണ്ണ വെച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഹെർബൽ ലിപ് മാസ്ക് നമ്മളുടെ ചുണ്ടിലിട്ട് കൊടുക്കുക. ഒരു 20-30 മിനിറ്റോളം നമ്മുടെ ചുണ്ടിൽ അത് ഇടണം. ഇട്ട് കഴിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് സർക്കുലർ മോഷനിൽ റബ്ബ് ചെയ്തിട്ട് അത് തുടച്ച് കളയാം. കഴുകാൻ പോകണ്ട, നല്ലൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് തുടയ്ക്കുക. ടിഷ്യൂ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള തുണി എടുത്ത് തുടച്ച് മാറ്റുക. അത് കഴിഞ്ഞ് നമുക്ക് നമ്മളുടെ പ്ലംപിംഗ് ലിപ് മാസ്ക് ഇടാം. നമ്മളുടെ ഷിയ ബട്ടറും ഹണി വാക്സും ഒക്കെ ഉണ്ടാക്കിയതാണ്. അത് നമ്മൾക്ക് ഇട്ട് നോക്കാം. നമ്മളിത് പ്രോഡക്റ്റായിട്ട് സ്റ്റോറിലേക്ക് എത്തുമ്പോൾ അതിൽ കുറച്ച് നാച്ചുറൽ ഓയിലൊക്കെ ചേർക്കുന്നതാണ്. സോ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈസി ആക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഹണിയുടെ വാക്സും ഷിയ ബട്ടറും കൂടെ ഉണ്ടെങ്കിലും നിങ്ങൾക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് നമ്മളുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇതിട്ട് കാണിക്കാം. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സ്റ്റാപ്പുല ഉണ്ടെങ്കിൽ അത് വെച്ചെടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നഖം വെച്ച് ഇങ്ങനെ എടുക്കുക. കാണാമോ? ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതിയാകും. ഒരു നൈറ്റ് ഫുൾ ഇതിടുക. ഒരു നൈറ്റ് അല്ല, എല്ലാ ദിവസവും നൈറ്റ്. എടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് വരുമെങ്കിലും നമ്മൾ ചുണ്ടിൽ മസാജ് ചെയ്യുമ്പോൾ അത് സോഫ്റ്റായിട്ട് സപ്ലൈക്കോളും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയതിനേക്കാളും കുറച്ച് പ്ലംപി ആയിട്ടുണ്ട് ലിപ്സ്. സോ ഇതേ എഫക്റ്റ് ഡെയിലി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെയിലി തന്നെ ഈ 3 സ്റ്റെപ്പും ചെയ്യണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 60-65 വയസ്സൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ ലിപ്സിനെ ഒന്ന് നല്ല പ്ലംപി ആയിട്ട് നല്ല ഷേപ്പൊക്കെ ആയിട്ട് കാണിക്കാൻ പറ്റും. ഇപ്പോൾ പ്ലംപി ലിപ്സൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ പ്ലംപി ലിപ്സൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ലിപ്സ് ഒന്ന് പ്ലംപി ആയിട്ടിരിക്കുന്ന സൗന്ദര്യം തന്നെയാണല്ലേ. അല്ലാതെ ലിപ്സ് ഒന്ന് ചുരുങ്ങിപ്പോയി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ലിപ്സ്റ്റിക്കും ഇങ്ങനെ ചുരുങ്ങി ഇരിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. സോ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഇത് വളരെ നല്ലതാണ്. ഇപ്പോഴേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചുരുങ്ങുന്നതിനെയൊക്കെ ഒന്ന് തടയാൻ പറ്റും. ഇത് ഷിയ ബട്ടർ കൊണ്ടും ഹണി വാക്സ് കൊണ്ടും അല്ലെങ്കിൽ എഡിബിൾ ഓയിൽസും കൊണ്ടും ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ വയറ്റിനകത്തോട്ട് പോയാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നമ്മൾ വേറെ ഒന്നും തന്നെ ഇതിനകത്ത് ചേർത്തിട്ടുമില്ല. നിങ്ങൾക്കറിയാമായിരിക്കും നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച്. സോ ഇതിങ്ങനെ നൈറ്റ് ഫുള്ള് നമ്മളുടെ ലിപ്സിലിട്ടിട്ട് രാവിലെ ആസ് യൂഷ്വൽ നിങ്ങൾ പല്ല് ബ്രഷ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ അത് തന്നെ പൊയ്ക്കോളും. ഇത് തലയണയിലാവത്തില്ലേ, പില്ലോ കവറിലാവത്തില്ലേ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. യു ഹാവ് ടു പ്രൊട്ടക്റ്റ് യുവർ സെൽഫ്. എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. എങ്ങനെ നിങ്ങൾ കിടക്കുന്ന പോസ്ചറിനനുസരിച്ച് അത് എന്താ പറയുക, അത് കെയർ ചെയ്യുക. അത്ര മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ലിപ്സിന് നാച്ചുറലി ഒരു കളർ കിട്ടാനും നാച്ചുറൽ പ്ലംപിനെസ് കിട്ടാനും ഒക്കെ ഈ ഒരു സ്റ്റെപ്സ് വളരെ നല്ലതാണ്. ഈ 3 സ്റ്റെപ്സും നന്നായിട്ട് നിങ്ങൾ കെയർ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിപ്സിൻ്റെ ചുളിവുകളെയും ചുളുക്കത്തിനെയും ഒക്കെ നിങ്ങൾക്ക് മാറ്റാൻ സഹായിക്കും. എന്തുകൊണ്ടാണ് ലിപ്സിന് ഇങ്ങനെ വരുന്നത് എന്നുള്ളതാണ് നമ്മൾക്കറിയാൻ വയ്യാത്തത്. ഒന്നുമില്ല, നമ്മൾക്ക് ഏജ് ആകുമ്പോൾ കൊളാജിൻ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കൊളാജിൻ കൂടുതലുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ വഴി. അതുപോലെ തന്നെ നമ്മൾക്ക് വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് കഴിക്കുക. അതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടും. നമ്മുടെ സ്കിന്നിന് ചുളിവുകളൊക്കെ വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഞാൻ എപ്പോഴും പറയും ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ ചുണ്ടെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾക്ക് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം നോക്കുന്നത്, ചിലർ കണ്ണിനകത്ത് നോക്കി സംസാരിക്കും, ചിലർ നമ്മുടെ ചുണ്ടിൽ നോക്കി സംസാരിക്കും. ഞാനൊക്കെ ചിലപ്പോൾ ചിലർ സംസാരിക്കുമ്പോൾ അവരുടെ ഭംഗിയുള്ള ചിരി നോക്കാറുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മളുടെ ചിരിയും നമ്മളുടെ ചുണ്ടുകളും ഒക്കെ നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ചുണ്ടിൽ നോക്കി സംസാരിക്കുന്നവരുണ്ടായിരിക്കും, അത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ചുണ്ട് ശ്രദ്ധിക്കുന്നവരുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ലിപ്സ്റ്റിക്കൊക്കെ വന്നത് അല്ലേ. ചുണ്ടിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളത് കൊണ്ടാണ് ലിപ്സ്റ്റിക് എന്നൊരു സൗന്ദര്യവർദ്ധക വസ്തു വന്നത്. ലിപ്സിനെ പ്ലംപിംഗ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. സോ അതൊക്കെ ഇല്ലാതെ നമുക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അത് ഡെയിലി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനൊരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് തന്നെ കാണാം, ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ലിപ്സും ഇപ്പം ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള എൻ്റെ ലിപ്സും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും ഒരു ഫ്രഷ് ലുക്കുള്ള ലിപ്സ് കിട്ടും.
കാരണം ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ നമ്മൾ വീട്ടിലുള്ള എല്ലാവരെയും കാണിച്ചിട്ട് ചെയ്യണമെന്നില്ല. നമ്മൾക്ക് തന്നെ തോന്നി നമ്മൾക്ക് സമയമുള്ളപ്പോൾ ഫേസ് പാക്ക് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും ചെയ്യാവുന്നതാണ്. ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഇതൊക്കെ ചെയ്ത് നമ്മൾക്കൊന്ന് നല്ല ഒരു പ്രസൻറ്റബിൾ ആയിട്ടിരിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം. കാരണം നമ്മളെപ്പോഴും ഒരു പ്രസൻറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളോടുള്ള റെസ്പെക്റ്റ് ഭയങ്കരമായിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് ആർക്കും ആരോടും റെസ്പെക്റ്റ് ഇല്ല, ആർക്കും ആരോടും ലയബിലിറ്റീസ് ഇല്ല, ആർക്കും ആരോടും ഒരു കടപ്പാടില്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മളെങ്കിലും നമ്മളോട് കുറച്ച് റെസ്പെക്റ്റ് കാണിച്ച് കുറച്ച് റെസ്പോൺസിബിലിറ്റി കാണിച്ച് ഒന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പുച്ഛം നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റും. അവർ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒത്തിരി പേരുണ്ട് നമ്മളെ ഒരു ഈസി അവൈലബിൾ ആയിട്ടുള്ളതായിട്ട് എടുക്കുന്നവർ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊന്ന് നന്നായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്ന് ഹോസ്പിറ്റാലിറ്റി വെച്ച് നമ്മളൊന്ന് ചിരിച്ച് കാണിച്ച് നമ്മളൊന്ന് നന്നായിട്ടൊരു കുറച്ച് കൂടുതലായിട്ട് അവരെ എൻകറേജ് ചെയ്യുന്ന പോലെ സംസാരിച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ വീക്ക്നെസ്സായി എടുത്ത് നമ്മളെ ഒരു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അവിടെയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക, എത്രത്തോളം നമ്മൾക്ക് അവരുടെ സ്പേസിലേക്ക് കയറി ചെന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം, അല്ല എത്രത്തോളം അവർക്ക് നമ്മളുടെ ലൈഫിൽ സ്വാതന്ത്ര്യം കൊടുക്കുക. ആര് തന്നെ ആയിക്കോട്ടെ, നമ്മളുടെ മകനായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, അതിൻ്റെ അപ്പുറത്തോടൊന്നും ഇല്ലല്ലോ. 3 പേരുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ. അവർക്ക് പോലും നമ്മൾ ഒരു ലിമിറ്റ്, അവർക്ക് പോലും നമ്മളുടെ പേഴ്സണൽ സ്പേസിലോട്ട് കയറാനായിട്ടൊരു ലിമിറ്റ് വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ സെൽഫ് കെയറിലൊക്കെ ആരെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ നമ്മളതിനെ എതിർത്ത് പറയാൻ പോകണ്ട, മൈൻഡ് ചെയ്യാൻ പോകണ്ട, നമ്മൾക്ക് എടുക്കാതിരിക്കാമല്ലോ. നമ്മൾക്ക് വേണ്ടത് നമ്മൾക്ക് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ ഓണമൊക്കെ ആയിട്ട് വരികയാണ്. നമ്മൾക്ക് ഓണത്തിൻ്റെ മേക്കപ്പ് വീഡിയോ ഒക്കെ ചെയ്യാം, ഗെറ്റ് റെഡി ഫോർ ഓണമൊക്കെ ചെയ്യാം. അത് നെക്സ്റ്റ് വീഡിയോ മേ ബി ഞാൻ നോക്കട്ടെ. സമയം വേണം അതിനതാണ് പ്രശ്നം. ഓക്കെ, റെഡി ആവണമല്ലോ. സാരിയൊക്കെ എടുത്താൽ അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. നിങ്ങൾ ഓണത്തിന് സാരിയൊക്കെ എടുത്ത് റെഡിയായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും സാരിയൊക്കെ എടുത്തു, പക്ഷേ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ കണ്ടൻറ്റ്. നമ്മളുടെ മുഖത്തിൻ്റെ സ്കിന്നിൻ്റെ സൗന്ദര്യം പോലെ തന്നെ, മുടിയുടെ സൗന്ദര്യം പോലെ തന്നെ, ലിപ്സിൻ്റെ ഒക്കെ സൗന്ദര്യം, കണ്ണിൻ്റെ സൗന്ദര്യം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണൊക്കെ കണ്ണിൻ്റെ സൗന്ദര്യത്തിന് വേറൊരു വീഡിയോ ചെയ്യാം. ഇന്ന് ലിപ്സിൻ്റെ ആവട്ടെ. അപ്പോൾ ലിപ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിപ്സ്റ്റിക് ഇടാതെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ലിപ്സ് നല്ല ക്ലീനായിട്ട് പ്ലംപി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിലും ഓക്കെയാണ്. എല്ലാ ദിവസമൊന്നും ഞാൻ ലിപ്സ്റ്റിക്ക് പുറത്ത് പോകുമ്പോൾ ഇടാറില്ല, ബട്ട് ചില ദിവസങ്ങളൊക്കെ ഇടാറുണ്ട്. അത് നമ്മളുടെ ഒരു മൂഡ്. ഓക്കെ, സോ അതുപോലെയൊക്കെ തന്നെ നിങ്ങളും ലിപ്സിനെ കെയർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സുന്ദരിമാരിയിട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണാം. നമ്മുടെ ടേക്ക് കെയർ.